എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ ശിവരാത്രിയൊക്കെ ആയില്ലേ എന്ന് വിചാരിച്ച് ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഈ ടർക്കി ഇങ്ങനെയാണ് ശരിക്കും വെക്കേണ്ടത് കേട്ടോ. പക്ഷെ ഞാനിതിങ്ങനെ താഴത്തിയിടും. എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ കയ്യിൻ്റെ പാട് വീണിട്ട് അവിടുത്തെ പെയിൻറ്റ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ടർക്കി ഇങ്ങനെ താത്തി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി വെച്ചാൽ കാണാനൊരു വൃത്തി ഉണ്ടാവും. പക്ഷെ അപ്പോൾ പെയിൻറ്റ് ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ എത്ര പ്രാവശ്യം ഫ്രിഡ്ജ് തുറക്കണത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ താത്തിയിടുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉൾവശം. ഡബിൾ ഡോറാണ്. മുകളിൽ ഇതേപോലെ, താഴെ മറ്റേതും. ഇത് മുകളിൽ തണ്ണിമത്തൻ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. വല്ലാതെ ക്ലീൻ ചെയ്യാനൊന്നുമില്ല, ഞാനെല്ലാം ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കണതാണ്. എന്നാലും ഇപ്പോൾ ശിവരാത്രിയൊക്കെ ആയില്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും കൂടി വൃത്തിയാക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രിഡ്ജിലേക്കുള്ള പവർ ഓഫ് ചെയ്തിടാം കേട്ടോ. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇന്നാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ മാങ്ങ നുറുക്കി വെച്ചതും അച്ചാറുണ്ടാക്കാൻ വേണ്ടി മാങ്ങയുള്ള കാലത്ത് സ്റ്റോർ ചെയ്ത് വെക്കണതാണ്. സുറുക്കിയൊക്കെ ഒഴിച്ച് സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഹോം ബേക്കറാണ്. വല്ലാതെ ഓർഡറൊന്നുമില്ല. അപ്പോൾ കിട്ടുന്ന ഓർഡറിൻ്റെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതൊക്കെയാണ് അതൊക്കെ. പിന്നെ ഈ നാരങ്ങ അച്ചാർ കുറേ ആയി, അപ്പോൾ അതെടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അതിനെ കളയാൻ വല്ലതും ഉണ്ടെങ്കിൽ അത് കളയാം. പിന്നെ ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എല്ലാം പഴയ സ്ഥാനത്തേക്ക് തന്നെ വെക്കണു. അത്രയേ ഉള്ളൂ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നതും. ഇപ്പോൾ ആ ഹോർലിക്സ് കുപ്പിയിലുള്ളതൊക്കെ കുരുമുളക് പൊടിപ്പിച്ച് വെക്കണതാണ് കേട്ടോ. 2 പാത്രത്തിലുണ്ട്, ഒരു ചെറിയൊരു പാത്രത്തിലും പിന്നെ വലിയ ഹോർലിക്സിൻ്റെ കുപ്പിയിലും. അതൊക്കെയാണ്. പിന്നെ ഫ്രീസറിൽ അത്ര സാധനങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ താഴത്തെ തട്ടിൽ ഇങ്ങനെ ഒരു ബോക്സിലാണ് ഞാൻ തക്കാളി, തേങ്ങ ചിരകി എൻ്റെ ബാക്കിയുള്ളത് അതൊക്കെ സ്റ്റോർ ചെയ്യാം കേട്ടോ. എൻ്റെ ഫ്രിഡ്ജിൽ അധികം വലിയ സാധനങ്ങളൊന്നുമില്ല. ഈ ഭക്ഷണം വേസ്റ്റ് കുറച്ച് ബാക്കിയുള്ളതും, വേസ്റ്റല്ല, ബാക്കിയുള്ള ഭക്ഷണവും പിന്നെ പച്ചക്കറി കൊട്ടയിൽ കുറച്ച് ചീഞ്ഞ പച്ചക്കറി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അല്ലാതെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ള വളരെ റിച്ച് ആയിട്ടുള്ളൊരു ഫ്രിഡ്ജൊന്നുമല്ല. ഞങ്ങൾ സാധാരണ ഉണ്ടാവുന്ന അത്രയും സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതെന്തോ ഒരു സ്റ്റിക്കറാണ് കേട്ടോ, അത് ഒട്ടിപ്പിടിച്ചത് ഇതേവരെ പോയിട്ടില്ല. അപ്പം ഞാനത് ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയതാണ് കിട്ടുമെന്ന്. അപ്പോൾ കിട്ടണം അത്ര എടുത്തു. ഇത് 2 വർഷമായിട്ടോ ഈ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട്. ഒരു ഓണ സമയത്ത് വാങ്ങിച്ചതാണ്. ഈ ഓണം വരുമ്പോൾ ഏകദേശം 3 വർഷമായി ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കണ കാരണം കൊണ്ട് തന്നെ നല്ലൊരു തുണി എടുത്ത് വന്നിട്ട് ഒക്കെ ഒന്ന് തുടയ്ക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ വേണ്ട സാധനങ്ങളൊക്കെ കളഞ്ഞ് ബാക്കിയുള്ളതൊക്കെ അതേപോലെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഡോറിൻ്റെ മുകളിലാണ് കുറച്ച് എന്തെങ്കിലും സാധനങ്ങൾ അധികം ഉണ്ടെങ്കിൽ തന്നെ അതും നമ്മളെ മാവേലിയിൽ നിന്ന് കൊടുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ വയ്ക്കുക. കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നാശമായി ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമൊക്കെ അത് പുറത്ത് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. ഞാൻ ഈ യൂട്യൂബിൽ കണ്ടതാണ് ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നാശമായി പോവില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പപ്പടവും പിന്നെ അങ്ങനെ മാവേലിയിൽ നിന്ന് കൊണ്ടുവന്ന പരിപ്പ്, കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അങ്ങനത്തെ കുറച്ച് സാധനം മാത്രമാണ് ഫ്രിഡ്ജിലുള്ളൂ. എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ച് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് കേക്ക് ഉണ്ടാക്കിയതിൻ്റെ അതിൻ്റെ അടിയിൽ അതങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടതാണ്. ഫ്രിഡ്ജിൽ കാണുമ്പോൾ സാധനങ്ങളൊന്നുമില്ല, പക്ഷേ എല്ലായിടത്തും പുറത്തേക്ക് ഇട്ടപ്പോൾ കൗണ്ടർ ടോപ്പിൽ മൊത്തം സാധനങ്ങളുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ അതാത് സ്ഥാനത്തേക്ക് തുടച്ച് വൃത്തിയാക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പച്ചക്കറിക്കൊട്ടയിൽ ഉണ്ടായിരുന്ന ചീഞ്ഞ സാധനങ്ങളൊക്കെ കളഞ്ഞ് മറ്റേത് കുറച്ച് നല്ലതൊക്കെ എടുത്തിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ നല്ലത് ഉപയോഗിക്കാം, ബാക്കിയെല്ലാം കളയാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കഴുകി ഫ്രിഡ്ജിലൊക്കെ എല്ലാം ഞാൻ കഴുകി വേറൊരു ഉണങ്ങിയ തുണി എടുത്ത് തുടച്ച് പച്ചക്കറിക്കൊട്ടൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ നിലമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് അടിച്ച് തുടച്ചിട്ടതിൻ്റെ ശേഷമാണ് ബാക്കി ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇനി നിലത്തുനിന്ന് ഇങ്ങനെ പൊടി ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ നിലമൊക്കെ ഒന്ന് വൃത്തിയാക്കി
പിന്നെ ഇത് മോളുടെ ബർത്ത്ഡേക്ക് കിട്ടിയ മിഠായികളും അവളുടെ അച്ഛൻ വാങ്ങിച്ച മിഠായിയൊക്കെ ഉണ്ട്. മോൾ അങ്ങനെ മിഠായി ഒന്നും കഴിക്കില്ല. അപ്പോൾ ഇനി ശിവരാത്രിക്ക് അനിയൻ്റെ മോൻ വരും. അപ്പോൾ ഇതൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ മിഠായി അവിടെയും ഇവിടെയും കിടന്നായിരുന്നു. ഫ്രിഡ്ജിൻ്റെ ഡോറുമ്പിലൊക്കെ മിഠായി കിടന്നിരുന്നു. അതൊക്കെ ഒന്നിച്ചാക്കി വെച്ചതാണ്. പിന്നെ ഇങ്ങനത്തെ പാത്രങ്ങളിലാണ് ഞാൻ കേക്കിൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെ വെക്കണത് കേട്ടോ. അപ്പോൾ അതും അതുപോലെ ഒക്കെ ഒന്നിച്ച് വെച്ചു. പിന്നെ ഫ്രീസറിലേക്ക് ഞാൻ ആദ്യം തന്നെ മോളുണ്ടാക്കി വെച്ചായിരുന്നു ഐസ്ക്രീം. ഞാൻ അപ്പം തന്നെ വെച്ചിരുന്നു. ഫ്രിഡ്ജ് ഓഫാണ്, എന്നാലും അതിൻ്റെ ഒരു തണുപ്പിൽ കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ഫ്രിഡ്ജ് ഓൺ ചെയ്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഉള്ള ചെറിയ ചെറിയ സാധനങ്ങൾ. അച്ചാറിന് സ്റ്റോർ ചെയ്ത് വെച്ചതോ, തക്കാളി, തേങ്ങ ചിരകിയത്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫ്രിഡ്ജാണ് കേട്ടോ. അതൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിലുള്ളത്. കുറച്ച് മാവേലി സ്റ്റോറിലെ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഭക്ഷണം ഒരുപാടൊന്നും എൻ്റെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അധികം ഭക്ഷണം ഉണ്ടാക്കി പിന്നെ അത് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക അങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ. അന്നന്നത്തെ ഭക്ഷണം കുറച്ച് കുറച്ച് ഞാനും മോളും ഏട്ടനും മാത്രമല്ലല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കണു, അത് കഴിഞ്ഞാൽ എടുത്ത് കളയണു എന്നല്ലാതെ ഒരുപാട് സാധനങ്ങളൊന്നും ഫ്രിഡ്ജിലുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജ്. LGയുടെ ഫ്രിഡ്ജാണ്, ബ്ലാക്ക് കളറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും കാണുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കേട്ടോ. ഇപ്പോൾ സമയം 6:45 ആവാറായി. പിന്നെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഞാൻ പഴയ ഡൈനിങ് ടേബിളിൻ്റെ മാറ്റ് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, പൊടിയാവാതിരിക്കാൻ. പിന്നെ ഇതിൻ്റെ ഒരു ഇതും അതിൻ്റെ മുകളിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.